അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പം തന്നെ മനുഷ്യൻ്റെ ഒരു ബാലൻസിങ് തെറ്റ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ കൊളീഗ്സ് പറഞ്ഞു, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു പണ്ട്, ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, പൊട്ടിത്തെറിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെ ഒരു കാരണമുണ്ട്. നമ്മളൊരു ആൾക്ക് അവനവനെ കാണിച്ചു കൊടുക്കലാണ് കൗൺസിലൻസ്ഡ് ആയിട്ട് എല്ലാ മനുഷ്യന്മാരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്നവർ പെട്ടെന്ന് എന്ത് പറ്റുന്നു, ഉറക്കമില്ലാതാകുന്നു. അപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട് കഴിയുമ്പം തന്നെ മനുഷ്യൻ്റെ ഒരു ബാലൻസിങ് തെറ്റും. ഉറക്കം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും എമർജൻസി ആയിട്ട് ബിസിനെ കാണേണ്ടത്. പിന്നെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആവുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അത് പൊട്ടിത്തെറിക്കുന്നു, നമുക്ക് തന്നെ അത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു, നീ എന്താ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. അപ്പം പലപ്പോഴും തെറാപ്പിക്ക് വരുന്നവർ അതായിരിക്കും പറയുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ കൊളീഗ്സ് പറഞ്ഞു, ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു പണ്ട്, ഇപ്പം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, പൊട്ടിത്തെറിയാണ്. അപ്പം അതിൻ്റെ ഉള്ളിലെ ഒരു കാരണമുണ്ട്, പക്ഷെ അത് ആരോടും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എപ്പോഴാണ് മാം ക്ലിനിക്കലി ഇപ്പം അവരെ കണ്ട് സംസാരിക്കുമ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഡിപ്രഷൻ ആണ് എന്നുള്ളത്? ഞാനൊക്കെ തന്നെയും കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഒരുപാട് വർഷങ്ങൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കൗൺസിലിംഗ് കൊണ്ട് മാറാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. കൗൺസിലിംഗ് എപ്പോഴാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത്? അതായത് ഇൻസൈറ്റ് ഉള്ളപ്പോൾ. നമ്മളൊരു ആൾക്ക് അവനവനെ കാണിച്ചു കൊടുക്കലാണ് കൗൺസിലിംഗ്. ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉപദേശമല്ല, സജഷൻസ് റിഫ്ലക്ഷൻ ആണ് അല്ലേ. അതെ, നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സജഷൻസ് കൊടുക്കുന്ന പ്രോസസ്സിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണിച്ചു കൊടുക്കുന്ന ആളാണ് നമ്മൾ. ചിലർക്ക് കാണിച്ചു കൊടുത്താലും അവർക്ക് കാണാൻ പറ്റത്തില്ല. ചിലർക്ക് ഇപ്പോൾ എന്ത് ട്രോമ വന്നാലും അവരതും കൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരിത് അവർക്ക് ചിലപ്പോൾ ജന്മന ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസസ് കൊണ്ട് അവർ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്തവർക്ക് കാണിച്ചു കൊടുക്കൽ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കൽ, അതാണ് കൗൺസിലിംഗ്. അപ്പം ആ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇവർക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ല, കാരണം ഇൻസൈറ്റ് ഇല്ല. പിന്നെ നമ്മൾ വെച്ചിട്ട് പരീക്ഷണം ചെയ്യരുത്. അപ്പം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രെയിനിങ് എടുക്കുമ്പോൾ നമുക്ക് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് എന്തെടുക്കാം എന്നതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്തെടുക്കരുത് സംസാരിച്ച് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ അത് ഉടനെ തന്നെ നമുക്ക് അത് എക്സ്പീരിയൻസ് വേണം. നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഉടനെ പ്രാക്ടീസിന് ഇറങ്ങാതെ ചുരുങ്ങിയത് ഒരു 5 വർഷമെങ്കിലും ട്രെയിനിങ് എടുക്കണം.